ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ഒരു സുന്ദരമായ കാഴ്ചയാണ് കാണുന്നത്. ഇത് നമ്മൾ പണ്ടൊക്കെ എന്താ പറയുക, മഷിത്തണ്ടാണ്. നമ്മൾ പണ്ട് നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ മഷിത്തണ്ട്. സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു ഔഷധ ഗുണമുള്ളൊരു ചെടി കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി തോരനായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മഷിത്തണ്ട് തോരനാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ, കാണാം. നമ്മുടെ മഷിത്തണ്ട് തോരൻ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. ആ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി ഇതുപോലെ കുറച്ചധികം ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് പിളർന്നിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് കാന്താരിമുളകാണ്. ഈ കാന്താരിമുളക് ഇല്ലെന്നെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇടാം. പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി എല്ലാവരും ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം എക്സ്ട്രാ ചേർക്കുന്നത് മുട്ടയാണ്. ഈ മുട്ട ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒഴിവാക്കാം. നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ രീതിയിലൂടെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ മുട്ട എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മഷിത്തണ്ട് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സ്കിപ്പ് ചെയ്യേണ്ടതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും മുട്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പറഞ്ഞ സാധനമൊന്നുമില്ല, തേങ്ങ ഇട്ടും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്നും ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. നമ്മൾ മഷിത്തണ്ട് നല്ലപോലെ ശരിക്കും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂർ വേണമെന്നില്ല, കാരണം നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നതുകൊണ്ടായതുകൊണ്ട് അത്രയും പ്രശ്നം വരാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു അരമണിക്കൂർ കുറച്ച് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരമണിക്കൂർ ഇരിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. അത്ര ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മഷിത്തണ്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചീരയ്ക്കൊക്കെ അരിയും പോലെ, സാധാരണ ചീര അരിയും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അരിഞ്ഞെടുക്കുക. നമ്മളൊരു ചട്ടി എടുത്ത് ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെന്നെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മളിത് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറുള്ളി നമ്മൾ പറഞ്ഞു ഒന്ന് അധികം എടുത്തിട്ടുണ്ട്. അതിൽ 2ആയിട്ട് നമ്മൾ ഇതാക്കിയാണ് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള, നമ്മൾ കാന്താരി, നമ്മൾ പച്ചമുളകിന് വരെ ഇവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കാന്താരി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സവാള, ഉള്ളി, നമ്മുടെ കാന്താരിമുളകൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടു വരുന്നുണ്ട്. കാന്താരിമുളക് നമ്മൾ എന്നിട്ട് ആ എരിവ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പിളർന്നാട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ നേരെ ഇടണ്ട, അപ്പോൾ നമുക്ക് അതിൻ്റെ എരിവും കാര്യങ്ങളും കൂടുതൽ കിട്ടും. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കറികളൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന നമ്മൾ എന്താ പറയുക, എപ്പോഴും പറിച്ചു കളയാനാണ്. സാധാരണ ഒരു കാട് പോലെ കയറി കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കളയാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പുല്ല് പോലെ നമ്മൾ പറിച്ചു കളയാനാണ്. ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ തോരൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് ഈ തോരൻ. അപ്പോൾ നമുക്കത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. കാരണം വെച്ചാൽ എല്ലാവരെയും മുറ്റത്ത് ഇത് വളരുന്നത് തന്നെയാണ്. നമ്മളതിലേക്ക് ഒന്ന് വഴണ്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിടുക. ഈ ഒരു സമയത്ത് ഉപ്പിട്ടാൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് ഈ ഉള്ളിയും സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. സവാള ഉള്ളിയൊക്കെ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മഷിത്തണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കളർഫുൾ ഉണ്ട്, നല്ല പച്ച കളർ മഷിത്തണ്ട്.
ശരിക്കും പണ്ടത്തെ നൊസ്റ്റാൾജി ആണല്ലേ, എല്ലാവരും നമ്മുടെ സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ മഷിത്തണ്ട്. നമ്മളിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മഷിത്തണ്ടിൽ വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ തണ്ടിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി, ഒന്ന് വെന്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മഷിത്തണ്ട് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തായിരുന്നല്ലോ, അപ്പോൾ നമുക്കത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ്. നമ്മൾ തേങ്ങയുടെ ഇതോടെ ഇട്ടിട്ട് മഷിത്തണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയാൽ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഇതാണ്, നല്ല മണവും വരുന്നുണ്ട് കേട്ടോ, പീരയുടെയും നമ്മുടെ ഇതിൻ്റെ എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ ഒരു കാരണം മഷിത്തണ്ട് കിട്ടില്ലെന്ന് ആരും പറയില്ലല്ലോ. മഷിത്തണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്താ പറയുക, നല്ല ഔഷധ ഗുണമുള്ള ഒരു തോരൻ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. ഇത് ഒന്നുകൂടെ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ 2 മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ട ഒന്ന് ചെക്കി എടുക്കാം. നമ്മുടെ മുട്ട നമ്മളൊന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഈ ഒരു പാത്രത്തിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അതിലോട്ട് നമ്മുടെ മുട്ട ചിക്കി ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ടും എന്ത് ചെയ്യാം, മുട്ട അതിനകത്ത് ചിക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ മഷിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നമ്മുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഇതെന്തായാലും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും മഷിത്തണ്ട്. അപ്പോൾ നമ്മൾ ഔഷധ ഗുണമുള്ളതാണ്, ഔഷധ ഗുണം കൂടി ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നോക്കി നമ്മുടെ മഷിത്തണ്ട് തോരൻ, ഇതിപ്പോൾ മഷിത്തണ്ടെന്ന് പറയില്ല, കളറൊക്കെ മാറി സെറ്റപ്പ് ആയിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ഈ കാണുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്താ പറയുക, ഉമ്മച്ചീസ് കിച്ചണിൽ പുതിയൊരു രുചിക്കൂട്ടുമായിട്ട് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.